லெச்சு 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 எங்க போனாய் வா ஆ இங்க படுத்திருக்காளா லெச்சு 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 எழுந்திருமா എന്തിനാ சொல்றேன் நீ எழுந்திரு முதல்ல വീണ്ടും കഞ്ഞി കുടിക്കാനാണോ അതില്ല കാപ്പിയാ അതും இல்ல പിന്നെന്താ ஜூஸ் எடுத்து வச்சிருக்கேன் குடிக்கிறியா വേണ്ട ஐயோ அப்படி சொல்லாதடா குடிடா ആന്റി എനിക്കൊന്നും വേണ്ട നിങ്ങളുടെയൊക്കെ അടുത്ത് എത്ര തവണ ഞാൻ പറയണം அப்படி சொல்லாத ஜெச்சு உனக்கு உடம்புக்கு நல்லதுக்கு தானே ആന്റി എന്നെ ഒന്ന് അരമണിക്കൂർ ഉറങ്ങാൻ വിട്ടാ മതി ഞാൻ റെഡിയാവും നിങ്ങൾ എന്തിനാണ് ഇത്ര ശല്യം ചെയ്യുന്നത് പുറകെ വന്ന് சாப்பிடாம படுத்தா எப்படி உடம்பு சரியாகும் എനിക്കിപ്പോ സാപ്പിടണ്ട அப்படி சொல்லாதடா செல்லம் உனக்கு ஜூஸ் வேண்டானா ஜூஸ் வேண்டாம் உனக்கு என்ன வேணுமோ அதை ஆண்டி பண்ணி கொடுக்குறேன் சொல்லு ഞാൻ എന്ത് പറഞ്ഞാലും അത് ഉണ്ടാക്കി തരുമോ கண்டிப்பா എന്നാ ഞാൻ പറയട്ടെ சொல்லு ഞാൻ പറയൂ അവസാനം ഞാൻ മുന്നേ ഒന്നും പറയരുത് ചെയ്തു തരണം கண்டிப்பா பண்ணி கொடுக்குறேன் நீ சொல்லுப்பா എന്തോന്നാണ് രണ്ടുപേരും കൂടെ அவளுக்கு ஏதோ வேணுமா நம்ம பண்ணி கொடுக்கலாமா ഓ കാര്യം മനസ്സിലായി അതെ ചിലവർക്ക് പനി വന്നാലേ വായ്ക്ക് രുചി കാണൂല അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആഗ്രഹം കാണും എന്താണ് വേണ്ടത് മോളെ പറ വാങ്ങിച്ചു തരാം ഞാൻ പറയൂ അവസാനം ഇടി നീ പറയുന്നത് ആരെ പേടിപ്പിക്കണത് പറ എന്തോന്നൊക്കെ എന്താ വേണ്ടത് പറ എനിക്ക് മുള്ളമ്മന്തിനെ നിർത്തിപ്പിടിച്ചാ முள்ள மந்தியை நிறுத்தி பிடிச்சு கொடுக்கணும் அவ்வளவுதான் എന്തോന്ന് മോളെ എന്തോന്ന് കാണിക്കണത് കളിയാക്കാണ് വേണ്ടത് എല്ലാരെയും മൂത്തരെ കളിയാക്കണ നീ ഞാൻ കളിയാക്കിയതല്ലോ നിങ്ങളല്ലേ ചോദിച്ചാൽ എനിക്ക് എന്താ വേണ്ടേന്ന് അപ്പൊ എനിക്ക് വേണ്ട കാര്യം ഞാൻ പറഞ്ഞു അതിനവിടെ കളിയാക്കണത് ആഹാ എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് പറയേണ്ടത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ശുശ്രൂഷ എന്നെ കൊണ്ടൊന്നും ആന്റി ഞാൻ ഒരു കാര്യം പറയാം ആന്റിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആന്റി നിൽക്കാം അല്ലെങ്കിൽ നേരെ മധുരയ്ക്ക് പോവാം മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുത് വെറുതെ പ്ലീസ് മോളെ എന്താ മോളെ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ കനകാന്റി എറിയല്ലേ മോള് ഭയങ്കര അഹങ്കാരിയാണെന്ന് അങ്കളെ இல்ல அண்ணா பாவம் அவளுக்கு உடம்பு முடியாதனால அவ சொல்றா அவ்வளவுதான் ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളൊരു 10 മിനിറ്റ് ശല്യപ്പെടുത്താതിരുന്ന എൻ്റെ തലവേദനയൊക്കെ മാറും പിന്നെ കനകാന്റി ഞാൻ ദേഷ്യം കൊണ്ട് പറയണതല്ല എനിക്ക് കഴിക്കാൻ തോന്നാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട അതൊന്നും മനസ്സിലാക്ക് നിങ്ങൾ എന്തോ അവള് പറയുന്നേ ലജ്ജേജിക്കൊന്നും കഴിക്കാൻ വേണ്ടെന്നാ പറയുന്നത് ആ അവള് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട അതൊരു തരം വാശിയാ അവള് തീരുമാനിക്കുന്നതേ നടക്കാവൂ ഇതൊരു തരം അഹങ്കാരമാ അതെ അഹങ്കാരമാണ് എന്താണ് കുഴപ്പം ഒരു 10 മിനിറ്റ് അല്ലേ റെസ്റ്റ് എടുക്കാൻ ചോദിച്ചുള്ളൂ അതുപോലെ നിങ്ങൾക്ക് തരാൻ പറ്റില്ലേ ഇനി ശുശ്രൂഷ അതൊക്കെ പറഞ്ഞ ആരെങ്കിലും പുറകെ വന്നായിട്ടല്ലേ സ്വഭാവം മാറും എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം നീ அம்மா எதுக்கம்மா அப்படியெல்லாம் சொன்னீங்க அவளுக்கு உடம்பு முடியாதனால தானே அவ அப்படியெல்லாம் சொன்னா பேசாம இருக்க கூடாதா അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്കുണ്ട് ലജ്ജേജി കളിയാക്കുന്നത് കൊച്ചേ നീ എന്റെ കയ്യിന്ന് മേടിക്കേ ദാണ്ട് പറഞ്ഞു പായും തലവണയൊക്കെ ആയിട്ട് നീ ഇതെവിടെ പോന്നു ഞാനേ പാറമട ചാടി ചാവാൻ പോകുന്നു നീ എവിടെ പോണത് എന്ത് ഞാൻ ആ പാറമടയുടെ അവിടെ ആ ഷെഡ് ഉണ്ടല്ലോ അവിടെ എങ്ങാനും പോയി കിടന്നോണം അതാവുമ്പോ ആരും ശല്യപ്പെടുത്താൻ വരില്ലല്ലോ അന്നേരം ഷെട്ടി പോയി കിടക്കണത് നിനക്ക് വീട്ടിൽ കിടന്നോളൂ ഇവിടെ കിടക്കട്ടെ അത് വീട്ടിൽ കിടക്കാൻ നിങ്ങൾക്ക് സമ്മതിക്കണ്ടേ அண்ணா அவளை திட்டாதீங்க அண்ணா அவளுக்கு அங்க பிடிக்கும்னா அவ அங்கேயே போய் படுக்கட்டும் அங்கே ஆனா நிம்மதியா இருக்கும் செல்லம் நீ போய் படுமா கண்ணா நான் கூட வரேன் உனக்கு கூட்டா இருக்கும் ഇതൊന്ന് പിടിച്ചേ എൻ്റെ പൊന്നു കനകാന്റി ഞാൻ ആൻറ്റിയുടെ കാല് പിടിക്കാം ഞാൻ സ്വസ്ഥമായിട്ട് അവിടെ കുറച്ചു നേരം ഒന്ന് കിടന്നോട്ടെ ആ പരിസരത്ത് എങ്ങാനും ആൻറ്റി കാല് കുത്തിയ ഇതാ വരരുത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.